ബിഗ് ബോസ് സീസൺ 7 സൺഡേ ലാലേട്ടൻ എവിക്ഷൻ എപ്പിസോഡ്. അങ്ങനെ എവിക്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആര്യൻ. ഞാൻ നമ്മുടെ സ്വന്തം ആര്യൻ എന്ന് പറയാൻ കാരണം ഞാൻ പറയും, പക്ഷേ ആര്യന് ഒരുപാട് ഹെയ്റ്റ് ഉണ്ടെങ്കിലും ഇപ്പൊ കുറേ കണ്ടസ്റ്റൻസ് ഇറങ്ങിയല്ലോ ഈ വീട്ടിൽ നിന്ന്. ആര്യൻ ഇറങ്ങിയപ്പോൾ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹിറ്റായിരുന്നു, ടു ബി ഹോണസ്റ്റ് പറയുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ആദ്യം വെറുത്തിട്ട് പിന്നെ ട്രാക്ക് കയറി അത്യാവശ്യം കൊള്ളാന്നുള്ള രീതിയിൽ കളിച്ചു പോയ ഒരാളാണ്. അപ്പം ആര്യനെ ഇഷ്ടപ്പെടാത്ത ചില അനുമോൾ ഫാൻസിന് ചിലപ്പോൾ ആര്യനെ പറ്റില്ല എന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നൊരു മോസ്റ്റ് മെജോറിറ്റിക്ക് ആര്യനെ ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. സ്നേഹ ആസ് എൻ അക്ബർ ബിയർ നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ഇടയ്ക്കിടയ്ക്ക് പറയണ്ട എന്ത് പറയുന്നത്? അക്ബർ പി ആർ ആണെങ്കിൽ ആണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. എനിക്ക് അക്ബറിന് ഇഷ്ടം, ഞാൻ പിന്നെ പറഞ്ഞു ആര്യന് ഇഷ്ടം. സ്നേഹ ബൈ ദ വേ ഇന്നൊരു iPhone 17 Pro Max മേടിച്ചപ്പോൾ അനുമോൾ പി ആർ ആയിട്ടുള്ള വിനു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, അക്ബർ പി ആറിന് കാശ് കിട്ടിയല്ലേ. അതെ, ആ കാശ് കൊണ്ട് മേടിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ല അപ്പൊ ആര്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷെ ഞാൻ വെറുത്ത് ഇഷ്ടമായിന്ന് പറയില്ലേ. എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള എനർജി ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് എനിക്ക് ഫുള്ള് ആര്യന്റെ. ആക്ച്വലി ആര്യനെ മിസ് ചെയ്യുന്നത് എന്താ പറയുക, ആര്യന്റെ ടാസ്കോ ആക്ടിവിറ്റിയൊക്കെ കൂടുതൽ ഞാൻ ആര്യനെ മിസ് ചെയ്ത് ആര്യന്റെ മുഖത്തെ ഭാവങ്ങളില്ലേ, അതെ, ഈ സാധനങ്ങളാണ് ആര്യന്റെ ശരിക്കും മിസ്സായിട്ടുള്ളത്. ഓക്കെ, അനീഷ് പി ആർ എന്നുള്ള എനിക്ക് ജിത്തുബായിക്ക് എന്താണ് പറയുള്ളത്? അനീഷ് പി ആറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ട് ഞാനൊരു ചെരുപ്പ് മേടിച്ചു. അല്ലല്ല, ജിത്തുബായി ലക്ഷദ്വീപിക്കുള്ള ടൂർ ആളുകളുള്ളതുകൊണ്ട് കൂടുതൽ വലിയ പരിപാടികളാണ്. ലക്ഷദ്വീപിലേക്കാണ്. അല്ല, അനുമോൾ പി ആറിന് കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് 16 ലക്ഷം വരെ കൊടുക്കണതുകൊണ്ട് iPhone Pro Max മേടിച്ചു. അനീഷിന് കുറച്ച് പൈസ കുറവുള്ളതുകൊണ്ട് ലക്ഷദ്വീപ് വരെ പോയി വന്നു. ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആര്യൻ ലാലേട്ടനോട് ബിഹേവ് ചെയ്തത് കണ്ട് ദേഷ്യപ്പെട്ട നമ്മള് അന്ന് നമ്മളത് പുറത്താക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ലാലേട്ടൻ അയാളുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാണിക്കുന്നതും നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. ഇതില് ഫെയർ അൺഫെയറിനേക്കാൾ കൂടുതൽ എന്താ അറിയോ, ഇതിലെന്താ പറ്റിപ്പോയച്ചാ, ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഈ സീസണിൽ ഇപ്പോഴാണ് വോട്ട് ബാങ്ക് ആയത്. ഈ മെജോറിറ്റി വോട്ട് ബാങ്കിൽ ഇപ്പോൾ പുറത്തിരുന്ന ആദിലേന്റെ വോട്ട് ബാങ്ക് ഗോസ് ടു നൂറ, ഷാനവാസ് വോട്ട് ബാങ്ക് ഗോസ് ടു പട്ടാ ഗേൾസിന് സ്പ്ലിറ്റ് ആവും. ഓക്കെ, പിന്നെ അതിൽ വോട്ടിങ്ങിലുള്ള ആൾക്കാരാ ബാക്കി എല്ലാവരും. അതിലേറ്റവും കുറവ് ആര്യൻ തന്നെയാണ് വോട്ട്, ഉറപ്പാണ് എനിക്ക്. എന്റെ ഒരു കാൽക്കുലേഷൻ ആര്യനാണ്. നെവിന് നല്ല വോട്ട് ഉണ്ടാവും, കാരണം നെവിന്റെ ആക്ടിവിറ്റീസ് കൂടുതലാണ്, അതുകൊണ്ട് നെവിന് വോട്ട് ഉണ്ടാവും. ഇനി അടുത്തൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറായിരിക്കും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ആര്യന്റെ മുകളിൽ കിടക്കുന്ന അക്ബറായിരിക്കും. സാബുമാൻ തുടരും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, ഇവര് അന്നും കിട്ടുന്നില്ല. ലാലേട്ടൻ പറഞ്ഞേ എന്താ ഞെട്ടിയ മോനെ സംഗതി. ഞാൻ പറയല്ലോ, ഒരു പരിധി വരെ അത് PR കളിയാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നോട്ട കുത്തി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഐറ്റങ്ങളാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ബട്ട് അതിനുപരി ഇപ്പൊ എത്ര PR കളിക്കും, അതിനുപരി വീണ്ടും അയാൾക്ക് എന്ത് കിട്ടുന്നു? ഇപ്പൊ അക്ബർ പറഞ്ഞ പോലെ എനിക്കൊരു എന്താ പറയാ, ഒരു തെറാപ്പിസ്റ്റ് പോലെയാണ് സാബുമാൻ. കാണുന്ന വ്യൂവേഴ്സും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഈ പൊട്ടിത്തെറിയിനിടയിൽ അയാളൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മാൻ, ഒരു പീസ് വൈബ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. കാരണം എല്ലാ സീസണിലും അങ്ങനത്തെ പീസ് വൈബ് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ മെജോറിറ്റി ഉണ്ട്. മേ ബി അവർ ബൾക്കായിട്ട് വോട്ട് ചെയ്തതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാബുമാനും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആര്യം പോയി. ബാക്കി നമുക്ക് ഇനി എപ്പിസോഡിൻ്റെ ഓരോ സാധനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യം തന്നെ ഹിറ്റ് കിട്ടിയിരിക്കുന്നത് 3 ക്യാപ്റ്റൻസിനാണ്. ഇന്നലെ പറയാതെ വിട്ടുപോയ കാര്യമാണ് ഈ 3 ക്യാപ്റ്റൻസിന്റെ കാര്യം. ഓക്കെ, 3 ക്യാപ്റ്റൻസിന്റെ കാര്യം. ജിത്തുബായ്, നിങ്ങൾക്ക് ഈ ക്യാപ്റ്റൻസ് അവർ ഇനീഷ്യേറ്റ് ചെയ്തത് ഒരു വീട് കുളമാക്കിയതാണോ, ബാക്കിയുള്ളവർ ഇവർ 3 ക്യാപ്റ്റൻസ് ആയപ്പോൾ ഇവർക്കിട്ട് പണിതതാണോ? അതെന്താണെന്നറിയോ, എനിക്ക് തോന്നിയത് ഇത് 2 ഭാഗമായിട്ട് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും 2 സൈഡിൽ നിന്നും ഉള്ള മൊത്തത്തിലുള്ള കൊളാക്കലാണ് ഉണ്ടായിരുന്നത്. അവര് 3 ആളും എനിക്ക് എങ്ങനെയായാലും തോന്നിയത്, അവര് 3 ആളും ക്യാപ്റ്റൻ ആയ സമയത്ത് ഇവർക്കൊക്കെ ഇട്ട് പണി കൊടുക്കണം എന്ന് അവരും വിചാരിച്ചിട്ടുണ്ട്. ഈ 3 ആളെ ക്യാപ്റ്റൻസി അങ്ങനെ പുറത്ത് നൈസായിട്ട് പോകണ്ടെന്നുള്ളത് മറ്റവരും വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് എന്നെ തോന്നിയത്. അതിൽ കുറച്ച് കൂടുതലായിട്ട് നവീൻ കാണിച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് 3 മറ്റേ
ടീം പട്ട ഗേൾസ് അങ്ങോട്ട് പണി കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവര് ക്യാപ്റ്റനായി, പക്ഷെ അവര് പണി കൊടുക്കാന്ന് വിചാരിച്ചത് അവർ രസത്തിലാണ് ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരവിടുന്ന് നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റവരുടെ മുഖത്ത് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഗ്രഡ്ജ് വെച്ച പോലെയാണ് അവരുടെ ഫേസിൽ ഫുൾ എക്സ്പ്രഷൻ ആയിരുന്നു. മറ്റൊരു മൂന്നുപേരും എൻജോയ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, എന്റെ കാഴ്ചപ്പാടിലോട്ട് ആ ബോയ്സ്. എന്നിട്ട് ഇവര് പണി കൊടുക്കാം, ഇവർക്ക് എന്തൊക്കെ ചെയ്താൽ പണി എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവരെ ക്യാപ്റ്റൻസി മോശമാക്കുന്ന രീതിയിൽ എല്ലാ സാധനവും ഇട്ട് കൊടുക്കുക ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും തോന്നിയത് ഞാൻ പറയാം, എനിക്ക് തോന്നിയതും സ്നേഹ പറഞ്ഞത് സെയിം സാധനമാണ്. അതായത് ഇവർ 3 പേരെയും ബിഗ് ബോസ് പിടിച്ച് ക്യാപ്റ്റനാക്കി. അതിൽ തന്നെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ള സംഗതിയും കൊടുത്തു. ഇവർ ടീമും തിരിച്ചു. ടീം തിരിച്ചപ്പോൾ ഇവർ പണി കൊടുക്കാൻ വേണ്ടി ടീം തിരിച്ചതാണ്. ഇവർ കിച്ചണിൽ കയറിയതും ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് കയറിയത്. പക്ഷെ ബാക്കിയുള്ളവർ അതിന് മുകളിൽ പണി. നൂറ് ആദ്യമേ എന്ത് ചെയ്തു, ഇനി ഒരു പണി ഞാൻ എടുക്കില്ല എന്നുള്ളത് കൺഫേം ആക്കി. അനുമോൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പണി ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് ഇവിടേക്ക് എന്തായി, അനുമോൾ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഷാനവാസിനെ ബാത്റൂം സൈഡ് കൊണ്ടുപോയിട്ട് കഴുകി വെക്കരുത് എന്നുള്ള തിട്ടൂരം വിട്ടത് അനുമോളാണ്. അപ്പം അനുമോളും ആദിലും നൂറിയും ഇവർ വെച്ച കെണി പണിയിലാണ് ബാക്കി 3 ക്യാപ്റ്റന്മാർ മുങ്ങിപ്പോയത്. പിന്നെ ഇവന്മാർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല. കോർഡിനേഷൻ ഇല്ലാതായത് ആര്യൻ കാരണമാണ്. കാരണം ആര്യൻ അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ലൈൻ പിടിച്ചു. അതായത് ബാക്കിയുള്ളവർ അടി പിടി കച്ചറയായിട്ട് ഒരു പണിയെടുക്കാതിരിക്കുമ്പോൾ ആര്യൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നിങ്ങളൊന്ന് പണിയെടുക്കൂ, ഒന്ന് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കാതെയും പറയാതെയും പോയിട്ട് ഒരു അണ്ടർ സാധനം അവിടെ. സംഗതി ശരിക്കും ആര്യൻ ബാക്കിയുള്ളവരെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കിയതാണെങ്കിലും ഇവർ 3 പേരും തമ്മിലുള്ള കോർഡിനേഷൻ അങ്ങനെ പോയി. പിന്നെ നെവിന് തോന്നിയ പോലെയാണ്. നെവിന് ഭക്ഷണം കഴിക്കണം, നെവിന് ഭക്ഷണം കഴിക്കണം. അവര് 3 ആളുമാണ് ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് പല സമയത്ത് നെവിൻ ഞാൻ ഒറ്റയ്ക്കാണ് ക്യാപ്റ്റൻ എന്നുള്ള യോഗട്ടിന്റെ പ്രശ്നം ഉണ്ടായില്ലേ? ആ യോഗട്ടിന്റെ പ്രശ്നത്തില് അക്ബറും ആര്യനും കാര്യം അറിഞ്ഞിട്ടില്ല. 3 പേരും ഇവര് ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നെവിൻ അറ്റ്ലീസ്റ്റ് ഇവരോട് പറയാന്നുള്ളൊരു ബേസിക് മാനേഴ്സ് ഉണ്ടല്ലോ ഒപ്പമുള്ളവരോട്. അതൊന്നുമില്ല. കോർഡിനേഷൻ ഇല്ലായ്മ ഇവരുടെ ഇടയിൽ ഭയങ്കര വിഷയമാണ്. ആ കോർഡിനേഷൻ ഇല്ലായ്മ ബാക്കിയുള്ളവരാണ് മുതലെടുത്തു. അവര് പണി. പിന്നെ വേറെ കാര്യമുണ്ട്, എന്താ പറയാ, അക്ബറിനോടുള്ള ആദ്യമുള്ള ദേഷ്യം കൊണ്ട് അക്ബർ എന്ത് പറഞ്ഞാലും അത് മറ്റേ ഓർഡറിങ് എന്നുള്ള രീതിയിലാണ് നൂറിയും ആദിലും എപ്പോഴും. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് ഈ അക്ബർ കുത്തിത്തിരിപ്പ്, അക്ബറിന്റെ ഓർഡർ, ഈ 2 സാധനവും ആദ്യമേ പ്രീ ജഡ്ജ്ഡ് ആണ്. മനസ്സിലായി, ഇവര് കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ആദിലിന് പറയും ഇതേ സാധനമാണ് അനീഷിന്റെ അടുത്ത് അടിച്ചത്. ആദിലും അനീഷും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോ ആദില് പറഞ്ഞെന്താ, എന്നോട് ഓർഡർ ചെയ്യരുത്. ആ വീട്ടിനകത്ത് പക്ഷെ അനീഷിന്റെ അടുത്തും പക്ഷെ ആ പ്രശ്നം കാണിക്കുന്നുണ്ട്. അതായത് അക്ബർ നീ അനീഷ് മീറ്റിംഗ് വിളിക്കാൻ പറയുമ്പോഴൊക്കെ അക്ബർ പറയണത് എന്താ വെച്ചാൽ, നിങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഇത് കൊളാക്കിയത്, കഴിഞ്ഞ ആഴ്ചകൾ കൊളാക്കിയെന്ന് വെച്ചിട്ട് ഇയാള് ഇപ്രാവശ്യം പറയണില്ലേ മീറ്റിംഗ് നടത്താൻ ഞാൻ തയ്യാറാണ്, മീറ്റിംഗ് നടത്താം, ഞാൻ പ്രശ്നം ഉണ്ടാക്കൂലെന്ന്. അപ്പൊ നോക്കിയിട്ടല്ലേ ഇത് പറയാ. അനീഷിനൊരു വിഷയം ഞാൻ പറഞ്ഞിട്ടെ, ഇന്ന് നമ്മളുടെ ഇവൻ പറഞ്ഞ ആ കാര്യം ആര്യൻ, അതായത് നമ്മളടുത്ത് വന്നിക്കും അനീഷിനുള്ളത്. അത് അനീഷിനടുത്ത് ഇവൻ ഷാനവാസം പറഞ്ഞിട്ട്, നീ എന്റെ അടുത്ത് വന്നിട്ട് എന്റേത് ഫുള്ള് കേട്ടിട്ട് അടുത്ത നിമിഷം നീ എന്ത് ചെയ്യും, ഈ സാധനം നമുക്കിട്ട് അടിക്കും. അതാ പറഞ്ഞ ആ ഗെയിമിൽ നിന്ന് കൊടുക്കണ്ടല്ലോ, അല്ല ആ സാധനത്തിൽ നിന്ന് കൊടുക്കണ്ടല്ലോ. ഇതങ്ങനല്ലോ ടീം മീറ്റിംഗ് വിളിക്കാൻ. ടീം മീറ്റിംഗിന്റെ കാര്യം തന്നെ പറഞ്ഞേ. ടീം മീറ്റിംഗ് പോയി ഇരിക്കുമ്പോ കഴിഞ്ഞ വട്ടത്തെ മാതിരി ഇത്രയും കേട്ട ഇയാള് നേരെ തിരിഞ്ഞ എന്ത് ചെയ്യും, അയാൾ എന്താ ടീം മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞത്? അക്ബർ ആദ്യം ജഡ്ജ് ചെയ്യാണെന്നുള്ളത് അല്ല. എന്തിനാണ് നിക്കി, എന്തിനാണ് അനീഷ് ടീം മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞത്? ടീം മീറ്റിംഗ് വിളിച്ചു ഞാൻ പറയാം എന്തിനാണ് ടീം മീറ്റിംഗ് നിക്കി, എന്തിനാണെന്നുള്ളത് അനീഷയുടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ പറയുക, അതായത് ഈ ടീമുകളെ മാറ്റണം. അതായത് കിച്ചൺ ടീമുള്ളത് നിങ്ങൾ മാറണം, റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് അനീഷിന്റെ ആവശ്യം. ടീം മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ മെജോറിറ്റി, ഈ ഇരിക്കുന്ന മെജോറിറ്റി ഉണ്ടല്ലോ, ഇവര് 3 പട്ടാ ഗേൾസ് പ്ലസ് ഷാനവാസ് പ്ലസ് ബാക്കി 2 പേര്, ഈ മെജോറിറ്റീൻ്റെ ഒരു തീരുമാനത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അനുമോക്ക് എന്ത് ചെയ്യാം, വെസലിൽ നിന്ന് മാറിയിട്ട് എങ്ങോട്ട് വരാം, ഈ പറഞ്ഞ കിച്ചണിക്ക് വരാം. അനീഷിനെ ഫ്ലോർ ക്യാപ്റ്റൻ ആക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം അനീഷിനുണ്ട്, ഓബിയസ്ലി ഉണ്ട്. അത് അനീഷ് പറയുന്നുണ്ട്. ആ പ്രശ്നം കൂടി എന്താവും, അനീഷിനെയും നൂറേനെയും പിടിച്ചിട്ട് വേറൊരു സാധനത്തേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അനീഷിന് ഓബിയസ്ലി അവിടെ ക്യാപ്റ്റനും ആവും. അത് അനീഷിന്റെ ഗെയിം. പക്ഷെ അത് നടത്തുന്നില്ല, ക്യാപ്റ്റൻസ് അല്ല തീരുമാനിക്കും. അവര് നിന്നില്ല, ആ ഗെയിമിൽ അവർ നിന്നില്ല. മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ നടത്തുന്നില്ല. അവരുടെ ആ ഗെയിം പൊളിച്ചു. അനീഷ് പറഞ്ഞ ഗെയിം അവർക്ക് പൊളിച്ചു. അക്ബർ എന്താ വെച്ചാല് ഇവരെ വിളിച്ചു ഇവരെന്തായാലും പണിയെടുക്കില്ല, പിന്നെ ഞാൻ വന്നിട്ട് മീറ്റിംഗ് എടുക്കണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യും. അത് അക്ബർ മാത്രല്ല കേട്ടോ, ആ സമയത്ത് അതിനെ കുറിച്ച് പറഞ്ഞത് ആര്യനും പറഞ്ഞ്, ഈവൻ സാബുമേനല്ലേ, സാബുമേൻ പറഞ്ഞു എന്റെ ക്യാപ്റ്റൻസിയിലും നിങ്ങൾ ഇതേപോലെ മീറ്റിംഗ് വിളിച്ചിട്ട് അത് പൊളിച്ചാണ്. അല്ല, അനീഷിന് അത് പ്രോപ്പർ പ്ലാൻ ആയിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായപ്പോൾ അവർ പൊളിച്ച് കൈ കൊടുത്തതാണ്.
ഇതേപോലെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇറങ്ങി പോവില്ല. അനീഷ് അവിടെ ടീം മാറ്റിക്കും, റൊട്ടേറ്റ് ചെയ്യും. അത് ഇവർക്ക് അറിയുന്നതുകൊണ്ട് ഇവർക്ക് കിച്ചണിൽ ഇറങ്ങി പോകാൻ താല്പര്യമില്ല. കിച്ചൺ റാണിക്ക് ഈ കിച്ചൺ കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരത് ചെയ്തില്ല. ഇതാണ് ആ അനീഷിന്റെ അനീഷിന്റെ ആ ഒരു പ്ലാനിൽ അവർ നിൽക്കാഞ്ഞതാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് ക്ലിയർ ആയിട്ട് അവരവിടെ പറയുന്നുണ്ട്, അനീഷ് ഏട്ടാ നടക്കൂല, അത് റൊട്ടേഷൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. ഇനി ഈ പറഞ്ഞ ക്യാപ്റ്റൻസിയിൽ ഇവർ ഓരോ പോയിന്റുകൾ എടുത്ത് പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് ഈ പാത്രം കഴുകി വെക്കുന്ന സീൻ ഇപ്പൊ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ എനിക്ക് അവിടെ ബിഗ് ബോസിനെ കൺഫ്യൂസ്ഡ് ആയോ എന്നൊരു തോന്നല് തോന്നി. നമ്മൾ കണ്ടപ്പോഴും പാത്രം ഉണ്ടാക്കിയ പാത്രങ്ങളല്ലേ അവിടെ ഇരിക്കും, തിന്ന പാത്രങ്ങളല്ലേ കുറവ്, ഫുൾ ഉണ്ടാക്കിയ പാത്രം. അത് ശരിക്കും വെസൽ ടീം തന്നെ അല്ലേ കഴുകുന്നത്? അതല്ല അവർ കഴുകില്ല പറഞ്ഞത്. അവരെന്തുണ്ട് അത് ഇവർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണോണ്ടാണ് കഴുകില്ല എന്ന് ഈ അനുമോള് പിന്നെ പറഞ്ഞുകൊടുക്കുന്നത്. പക്ഷെ അവര് ഒരു വീട്ടിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ചതൊക്കെ, ഒരു വീട്ടിനകത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ വെസൽ ടീമിന് തന്നെയാണ്. ഇവിടെ 2 അടുക്കളയാക്കിയതാരാ? പട്ടാഗേൾസ് ആണ്. ഇവരാണ് 2 അടുക്കളയാക്കിയത്. ഇവരാണ് ബോയ്ക്കോട്ട് ചെയ്തത്. ഞങ്ങൾ ഫുഡ് ഇനി ഇവർ വെച്ചത് തിന്നില്ല എന്നുള്ള സാധനം കൊണ്ടുവന്നത് ഇവരാണ്. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവർ തിന്നത് മാത്രമേ ഉണ്ടാക്കിയത് മാത്രമേ ഇവർക്ക് കഴുകാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അപ്പൊ പണിയെടുക്കാൻ പറ്റാത്തായിരിക്കാം. അടുക്കളയ്ക്ക് കയറണ്ട എന്നുള്ളത് ഇവര് ക്യാപ്റ്റൻസ് അല്ലേ പറഞ്ഞു. അടുക്കളയ്ക്ക് കയറണ്ടെന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ കയറണ്ടതാ ഡ്യൂട്ടി. മനുഷ്യ ഭക്ഷണം ഉണ്ടാക്കാൻ കയറണ്ടതാ. എങ്ങനെ കയറാൻ പറ്റും? ഒരു ടീമല്ലേ, ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ കയറേണ്ട ആവശ്യം ഉണ്ടാക്കാനും വയ്ക്കുന്നില്ലല്ലോ. അവരെന്താ പറഞ്ഞറിയോ? അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. അവര് പറഞ്ഞത് ഒരു ദിവസത്തെ മീല് മാറി, ഡിന്നർ മാറിയിട്ട് മറ്റേ ലഞ്ച് മിസ്സായി. ലഞ്ച് മാറി ഡിന്നർ മിസ്സായി. ലഞ്ച് രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം ലഞ്ച് തെറ്റിയിട്ട് 6:30 കഴിച്ചു, ഡിന്നർ കഴിച്ചില്ല. ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിയില്ല. അത് ഇവർ ആക്സെപ്റ്റ് ചെയ്തു. അക്ബർ നീച്ചെന്ന് പറഞ്ഞു കേട്ടോ, ഞങ്ങളെ പണിയിൽ ഇവര് വന്നിട്ട് അതിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോ ഇവരുടെ പണിയിൽ ഞങ്ങൾ കുറ്റം കണ്ടുപിടിച്ചാൽ എന്താ പ്രശ്നം? അതായത് പാത്രം കഴുകാത്ത സീനിൽ അക്ബർ ചോദിച്ച ചോദ്യമാണ്. അതായത് ഞങ്ങളെ പണിയിൽ ഇവർ കുറ്റം കണ്ടുപിടിച്ചു, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. ഏത് ഭക്ഷണം ഉണ്ടാക്കാത്ത? അതിനുശേഷം ഞങ്ങൾ കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കി, അതിനുശേഷം അവിടെ കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പണിയിൽ ഇവർ കൃത്യമായിട്ട് പണി എടുക്കാത്ത കാര്യം ഞങ്ങൾ പറയുമ്പോൾ ഇവർക്ക് എന്ത് കുഴപ്പം എന്നുള്ളതാണ് ആര് ചോദിച്ചത്? ഇവര് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ അത് കൃത്യമായിട്ടുള്ള ഒരു സാധനം തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇവര് മറ്റവർക്ക് പണി ചെയ്യുന്നില്ല പറഞ്ഞാൽ അവർക്ക് അത് പറ്റില്ല. അതായത് അവരെടുക്കേണ്ട ഡ്യൂട്ടിക്കകത്ത് ഒരു പൊടിയെങ്കിൽ ഒരു പൊടി കണ്ടു കഴിയുമ്പോ ഇപ്പൊ ഇവർക്ക് ചോദ്യം ചെയ്താൽ ഇവർക്ക് ഈ സാധനം ചോദ്യം ചെയ്യാനുള്ളത് തിരിച്ചൊരു സാധനം ഉണ്ടല്ലോ, അത് ചെയ്യാലോ. അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന്റെ മുകളിലാണ് ശരിക്കും ഷാനവാസിന്റെ സാധനം. ഇപ്പൊ ഷാനവാസിന് എന്താണേലും അക്ബറോട് ദേഷ്യം. അത് പോയി വന്നാലും അക്ബർ തന്നെയാണ് ഷാനവാസ് ഉള്ളത്. അക്ബറിന് ഷാനവാസ് പോകുന്നില്ല. പക്ഷെ അതിന്റെ കോർ റീസൺ ഇപ്പോഴും ഞാൻ പറയുന്നു, അതിന്റെ കോർ റീസൺ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. അനുമോള് പണിയെടുക്കില്ല എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് ഷാനവാസിന് എന്ത് ചെയ്യേണ്ടി വന്നത്, അവിടെ അത്രയും നിൽക്കേണ്ടി വന്നത്. ഇന്ന് ലാലേട്ടൻ പാത്രങ്ങളെ കാര്യം ചോദിക്കുമ്പോഴും അതിനകത്ത് ഇരിക്കുന്നതും ഫുഡ് വെച്ച പാത്രങ്ങളാണ്. 2 അടുക്കളയാക്കിയിട്ട് ക്യാപ്റ്റന്മാര് വെച്ച പാത്രം അല്ലെങ്കിൽ അടുക്കളയിലെ ടീം വെച്ച പാത്രങ്ങൾ കഴുകില്ല എന്ന് വെസൽ ടീമിന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അനുമോള് പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഞങ്ങൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഫുഡ് വെക്കണതിന്റെ മുന്നേ. എന്നിട്ടും അവര് അങ്ങനെയല്ല, ഞങ്ങൾ ഇവിടുത്തെ മെമ്പേഴ്സിന് മൊത്തം ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വേസ്റ്റ് ആക്കി എന്നുള്ളതാണ് അവർ ലാലേട്ടന് മുന്നേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അല്ല, അവർക്ക് വേണ്ടി ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ. ഒരു വീട്ടിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെസൽ ടീമിന്റെ ആ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകലാണ്. ഓക്കെ, അവർക്ക് ഫുഡ് വേണ്ടെങ്കിലും ആ ടീം അവിടെ ഉണ്ടാക്കിയ ഇവരിത് കഴുകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഒരു വീടിനകത്ത് ഇവർ ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് വെച്ചോളൂ. ഇപ്പൊ ഇവര് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ വേറെ ഉണ്ടാക്കി എന്നുള്ളത് ക്യാപ്റ്റൻസി പറഞ്ഞവർ എന്ത് പറയുന്ന അറിയോ? ലാലേട്ടൻ്റെ ഇവിടെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ട അവര് നമുക്ക് ഉണ്ടാക്കണ്ടാണ്, അപ്പൊ ഉണ്ടാക്കിയില്ല. മനസ്സിലായില്ലേ? അവരുണ്ടാക്കിയില്ല, ഒരു ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു. അതും പറയാലോ, അവര് വേണ്ടാന്ന് പറഞ്ഞോണ്ടാണ് പറയുമ്പോൾ ലാലേട്ടന് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ വേണ്ടെന്ന് പറയുന്നത് ലാലേട്ടൻ എന്താ പറയുക, ഒരു ടീമാവുമ്പോ ബിഗ് ബോസിനകത്ത് ഇതുവരെ ഞാൻ കണ്ട എല്ലാ ബിഗ് ബോസിനകത്തും മൊത്തത്തിൽ അടുക്കളയിലുള്ള ടീം എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഈ സീസണിലാണ് പിന്നെയും കണ്ട. ഈ വെജിന്റെ സാധനങ്ങളൊക്കെ അല്ലേ സെപ്പറേറ്റ് ആൾക്കാർ കയറിയിട്ട് ഇപ്പൊ ഗിസയിലുള്ളപ്പോൾ ഗിസയിൽ ഉണ്ടാക്കുന്നു, നമ്മളെ ജിഷിനുള്ളപ്പോൾ ജിഷൻ ഉണ്ടാക്കുന്നതൊക്കെ ഈ സീസണിലാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ സെപ്പറേറ്റ് എല്ലാവരും ആരാണോ കിച്ചൺ ടീം അവരുണ്ടാക്കി കൊടുക്കലാണ് പൊതുവെ ഉള്ളൊരു പതിവ്. അപ്പൊ ഈ സീസണിലാണ് അതിനൊക്കെ മാറ്റം വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വെസൽ ടീം കഴുകാത്തതിൽ ഇവർക്ക് ഇത്ര ന്യായീകരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ലാലേട്ടൻ അതാണ് അനുമോൾ അവിടെ ഗെയിം കളിച്ചത്. ലാലേട്ടൻ അത് എടുത്തുകൊണ്ടാൻ പറഞ്ഞപ്പോൾ ഓൾ എന്ത് ചെയ്തു, ഇതിന്ന് എങ്ങനെയെങ്കിലും സാധനം ട്വിസ്റ്റ് ചെയ്യണം. നേരെ ചോറ് എടുത്തു ഭീകരി
സാധനം എന്താ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ അമ്മ. രക്ഷയില്ല. ആ സാധനം എടുത്തോണ്ട് ഒരു ചോറാണ് കാണിച്ചിട്ട് സാധനം വേസ്റ്റ് ചെയ്ത് ലാലേട്ടാ. സംഗതി തീരുമാനമായി. അത് കഴിഞ്ഞ അക്ബർ പറയുന്നത് ഞാനത് ഫ്രിഡ്ജിലേക്കാൻ മറന്നു അക്സെപ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫുഡ് വെക്കാൻ അറിയുന്ന ഒരാളാരാ? അനുമോളും നെവിനും. നെവിൻ അപ്പൊ ആ സാധനം ശരിക്കും ഇവരെയും കൂടി തേച്ചതാ. ആരെ? അക്ബറിനെ ആരെയും ഇടയ്ക്കിടയ്ക്ക് നെവിൻ നന്നായി തേച്ചിട്ടുണ്ട് ആ സംഗതിനകത്ത്. കാരണം നെവിൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നെവിന്റെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്വാണ്ടിറ്റി നെവിന്റെ തോന്നിയ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കിയത്. അതേപോലെ എമൗണ്ട് അത് കുറച്ചതും ക്വാണ്ടിറ്റി കൂട്ടിയതും കുറച്ചതൊക്കെ നെവിനാണ്. നെവിന്റെ ഇഷ്ടത്തിനാണ് ആ സാധനം. 2 കറി ഉള്ള സ്ഥലത്ത് 1 കറി ഉണ്ടാക്കിയല്ലോ, അതും അതൊക്കെ നെവിന്റെ പ്ലാനാണ്. നെവിന്റെ അവിടെയാണ് അവർക്ക് കോർഡിനേഷൻ ഇല്ലാതെ. ശരിക്കും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫുഡിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടായത്. അത് നെവിൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാതെ ആ ആഴ്ച കൂളായി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുണ്ടാക്കിയതായിട്ടാണ്. അതായത് ആ ഒരൊറ്റ ദിവസത്തെ ഫുഡ് മിസ്സായതും പ്ലസ് നെക്സ്റ്റ് ഡേയിലെ ഇവര് മറ്റവർക്ക് തിരിച്ചടിച്ചത്. ആ ദിവസമാണ് ഇവർക്ക് തിരിച്ചടിക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളെ തെറ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് കണ്ടുപിടിക്കും. അവിടെയാണ് അനുമോൾ എന്ത് ചെയ്തത്? ഇല്ല, ഞാൻ എന്ത് ചെയ്യില്ല, ഇനി ഞാൻ ആ പണി എടുക്കില്ല എന്നുള്ള ഒരു ഐറ്റം എടുത്ത് അടിച്ചത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആ സാധനങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് അങ്ങോട്ട് പോയി. ഇവരെ ക്യാപ്റ്റൻസീൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിപാടികളും പറഞ്ഞു. ഇന്ന് ചോദിക്കാതെ പോയ വുമൺ കാർഡ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ സീസൺ കഴിയുന്നതിന് മുന്നെങ്കിലും അതൊന്നും ധാരാളം ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം കുറേ വുമൺ കാർഡ് എടുത്ത് അടിച്ച ആൾക്കാർ. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കണില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സീരിയസ്ലി നിങ്ങൾക്ക് അതിനെന്താ പറയാ? അല്ല, അതിപ്പോ ഇന്ന് ഷാനവാസ് ആണെങ്കിലും പറയുന്നുണ്ടല്ലേ, കുറെ ദിവസങ്ങളായി ഇവർ ഈ പാവം സ്ത്രീയെ അനുമോളെ അങ്ങനെ പോലും ഇട്ട് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പാവം സ്ത്രീ അനുമോള്. അത് മാത്രല്ല, അനീഷ് പറഞ്ഞിട്ടില്ലേ ഈ 3 സ്ത്രീകൾക്ക് അടുക്കള കൊടുത്തിരുന്നെങ്കിൽ. അനീഷാണോ സാബുമാനാണോ ആരോ പറഞ്ഞത് ഈ പാവം 3 സ്ത്രീകൾക്ക് അടുക്കള കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. എന്റെ മോനെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ ശരിക്കും പറയാൻ പറഞ്ഞതാ. ആര്യന്റെ പാലിന്റെ കേസില്ലേ, ആ പാലിന്റെ കേസ് ഇവര് സോഫ കഴിഞ്ഞിട്ടേ ആര്യനെ കട്ടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് 3 പെണ്ണുങ്ങൾ കിടക്കുക. എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുക. ആര്യൻ അപ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ, ഇല്ലെങ്കിൽ അതിൽ എന്നോട് ഒറ്റയ്ക്ക് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? പശുവിനെ കൊണ്ടാലൊന്നും പറഞ്ഞില്ലല്ലോ, ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ട്, അത് തരാനല്ലേ പറഞ്ഞോളൂ. അല്ല, അത് നേരെ തിരിച്ചടിച്ചോണ്ട് ചോദിക്കാനില്ലതായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തരാനാണ്. മോശമായി ചിന്തിച്ചിട്ട് ആർക്കും ചോദിക്കാൻ പറ്റാതായി. സെയിം അവസ്ഥയാണ് കാർന്നുണ്ടായി അനുമോളത് അക്ബർ കൈയിട്ട സമയത്ത്. ഇങ്ങനെ ഈ കാർഡ് എടുത്തടിച്ചിട്ട് ഏതെങ്കിലും ഇപ്പൊ ആ 2 ആഴ്ചയുള്ളൂ, അടുത്ത ആഴ്ച ചിലപ്പോൾ ഈ കാർഡ് വരാം. ഈ കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ദയവ് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കി തരാം, വെട്ടിത്തെളിയിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് ഭീകരമായിട്ടുള്ള വിഷയമാണ് ഈ സംഗതി. ഇനി ആ കാർഡ് കിട്ടാൻ ആ വീട്ടിൽ ബാക്കി ഇയാൾ മാത്രമേ ഉള്ളൂ. ആര്? സാബുമാൻ്റെ എതിരെ മാത്രമേ ഞാൻ കാർഡ് വരാത്തുള്ളൂ. ബാക്കി എല്ലാവരും എതിരെ ആ കാർഡ് സാധനം ഇവരെടുത്ത് എന്തായാലും എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൂറയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിയല്ലേ? നൂറയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിയിട്ടുണ്ട്, ഫ്രീ ആയ ഒരു ക്യാപ്റ്റൻസി. നന്നായി. കാരണം അർഹതപ്പെട്ട ആളാണ്. അല്ല, നൂറ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ സ്ട്രിക്റ്റ് ആവാൻ ശ്രമിക്കൊന്നുമില്ല. ആസ് യൂഷ്വൽ എങ്ങനെയാണോ ഞാൻ അങ്ങനെ പോകാനേ നിൽക്കും. ആതിരയ്ക്ക് പക്ഷെ ഉണ്ടാവും 100 സ്ട്രിക്റ്റ് ആവണം. ആതിരയ്ക്ക് അങ്ങനെ ഒരു സാധനം ഉള്ളതാണ്. ഏത് 100 അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ളൊരു മൈൻഡിലുള്ള ഒരാളാണ്. നൂറയ്ക്ക് ചെയ്യാൻ അറിയാം. ആതിരേൻ്റെ ഒരു ആവശ്യം ആയിരിക്കും നൂറയ്ക്കില്ല. ഞാൻ ആതിരയ്ക്ക് നൂറേൻ്റെ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അല്ല, ആദില ക്യാപ്റ്റൻ ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ നൂറ പറയുന്നുണ്ട്, നൂറ പറഞ്ഞു ഒരുപാട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താണ് ഷാനവാസിന്റെ തിരിച്ചുവരവിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ തോന്നിയ? ഷാനവാസിന് തിരിച്ചുവരവിൽ എന്താ ഒരു മാറ്റമില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു മാറ്റം. ഷാനവാസ് ഒന്ന് റെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നാണോ എന്നുള്ളത് അറിയുന്നില്ല. അല്ല, ഷാനവാസ് ഇത് അലമ്പാക്കും എനിക്ക് മനസ്സിലായി എപ്പിസോഡ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്. കാരണം എന്താ അറിയോ, ഒന്ന് അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് പോട്ടെ, അത് അവര് തമ്മിൽ. അതല്ല, ഷാനവാസ് എന്താ പറയുക, ഷാനവാസിനോട് ഇപ്പൊ എല്ലാവർക്കും ഒരു സെന്റിമെന്റ്സിന്റെ സാധനം ഉണ്ട്, അയ്യോ പാവം എന്നുള്ളത്. പക്ഷെ ഇയാളിത് കൊളാക്കും. ഇയാളത് കൊളാക്കാൻ വേണ്ടി ബാക്കി 3 എണ്ണം കൂടി എന്ത് ചെയ്യും? ഇയാളെ കൊണ്ട് അത് ചെയ്യിക്കും. ഇന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസ് വീണ്ടും ചെയ്ത് ആ പഴയ സാധനം. ഷാനവാസ് അങ്ങോട്ട് ചോദിക്കാണ്, ഇന്ന് എത്ര ചെയ്തുള്ളൂ, ലാലേട്ടൻ എന്താ പറഞ്ഞത്? അതല്ല, അത്ര ചെയ്തുള്ളൂ, എന്താണെങ്കിലും ഞാൻ അനീഷേട്ടനെ കുറ്റം പറയില്ല. കാരണം അയാൾ അല്ല, അനീഷിന് ഇപ്പോഴും ഷാനവാസിന് മനസ്സിലായിട്ടില്ലേ. ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ വിചാരിച്ചത് എന്താ പറയാ, അനീഷിന് കുറച്ച് ക്ലിപ്പ്, ഈ ഷാനവാസിന് കുറച്ച് ക്ലിപ്പൊക്കെ ചിലപ്പോൾ വന്നിട്ട് കാണുമായിരിക്കും. കണ്ടിട്ടാവും കയറുന്നത്. കണ്ടു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷിനുള്ള ബോണ്ട് സെറ്റ് ആവും. ഇതൊന്നുമല്ല, നേരെ വന്ന് അക്ബർ എന്ന് കഴിഞ്ഞു. പിന്നെ എന്റെ മേത്തേക്ക് പിന്നെ ഉള്ളത് പാലും പഞ്ചസാരയും, പാലും മസാലയും.
മസാലപ്പൊടി നെവിൻ അതിലും വലിയ കോമഡിയാ. നെവിൻ വന്നിട്ട് ഷാനവാസ് കൈ കൊടുത്തപ്പോഴേ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു. ഏത് അതേപോലെ അക്ബർ കൈ കൊടുക്കാൻ പോയപ്പോ ഷാനവാസിന്റെ ശരിയാക്കി തരാം. ഇപ്പോഴും വിഷയം എന്താ അറിയോ, അക്ബറിന് ഷാനവാസിന് ഇത് അക്ബർ എറിഞ്ഞ പോലെയാണ്, നെവിൻ എറിഞ്ഞ മുമ്പ് നെവിൻ അത് ഇപ്പോഴും അക്ബർ എറിഞ്ഞ പോലെയാണ്. ഇന്നലെ അനുമോള് പറഞ്ഞ പോലെ എല്ലാത്തിനും കാരണം അക്ബറാണ്. അങ്ങനത്തെ എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ആ അത് മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. സാബുമാൻ കാഞ്ഞ കുറുക്കനാണ്. സാബുമാൻ നീച്ചിന്നിട്ട് അക്ബറിനെ കുറിച്ച് 4 ഡയലോഗ് അടിച്ചേ, മാനിപ്പുലേറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും. അതിനൈസായിട്ട് ജയിലിന്റെ അവിടെ പോയിരുന്നിട്ട് മെല്ലെ വേറെ വർത്താനം. അത് കഴിഞ്ഞിട്ട് ഇവര് 3 കൂടി നിന്നപ്പോ അത് പറഞ്ഞു ഷാനവാസ് നെഞ്ചത്ത് മറ്റേ സാധനം വന്നപ്പോ ഇല്ല വന്നിട്ടില്ല, അതിങ്ങനെ ഫെദർ ടച്ചിൽ വീണാന്ന് പറഞ്ഞു. പക്ഷെ ജയിലിൽ പോയിരുന്ന ബാക്കിയുള്ളവർക്ക് അക്ബറിനോട് ഇപ്പോഴും ഷാനവാസിക്കാർക്ക് എന്തോ സാധനം മനസ്സിൽ വെച്ചിരിക്കാന്നൊക്കെ ചോദിച്ചിട്ട് സാധനം ഇടുന്നുണ്ട്. ചെങ്ങായി ഇടയിൽ കൂടി ഇങ്ങനെ നൈസ് സാധനം ഇടുന്നു കേട്ടോ. അല്ലല്ല ഇടുന്നുണ്ട്, പോയിന്റാ പറയുന്നത്. പക്ഷെ ഇട്ട് കൊടുത്ത് എറിഞ്ഞു പിടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. മണി ബോക്സ് ലാലേട്ടൻ ചോദിച്ചപ്പോ ആർക്കും വേണ്ട കേട്ടോ, ഒന്ന് ഒരു കുട്ടിക്ക് വേണം, പിന്നെന്തിനാ വെക്കണേ, പിന്നെന്തിനാ ബിഗ് ബോസ് വെക്കണേ, ഒരു ക്ലൂ തന്നിട്ടുണ്ട് ബിഗ് ബോസ്. അങ്ങനെ പ്രാവശ്യം ആർക്കും അതിന് എടുത്ത് ഓടാൻ പറ്റില്ല. അതിന്റെ നെഞ്ചത്തുള്ള അടിയാ എനിക്കറിയാം, അത് ഞാൻ അങ്ങോട്ട് ഏറ്റു വാങ്ങി. ആർക്കും പ്രാവശ്യം എടുത്ത് ഓടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ രീതിയിലാവും, എടുത്ത് ഓടാൻ പറ്റാത്ത രീതിയിലാവും വെക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കളിച്ചത് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, അത് എടുത്താൽ മതി എന്നുള്ളത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. റിസ്ക് എടുത്താലേ കിട്ടുണ്ടാവുള്ളൂ ഇപ്രാവശ്യം. പക്ഷെ ഇവിടെ ഇവിടെ ആരും വേണ്ടെന്നല്ലേ പറഞ്ഞു. നെവിൻ എന്നിട്ട് അത് മാറ്റി പറഞ്ഞു, എനിക്ക് താല്പര്യം ജീവിക്കാൻ പൈസ. ഇവരൊക്കെ ഇപ്പൊ ലാലേന്റെ മുന്നിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞോടാ. ആരാ എടുക്കാന്നുള്ളത് കണ്ടറിയാം. കാരണം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണ്ടേ. മറ്റത് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് എടുക്കും പറഞ്ഞ എടുത്തതാ. ഏറ്റവും മെയിൻ ചോദിച്ചത് ആദിലിനോടും നൂറിനോടുണ്ട്. അതെ, അല്ല അത് അവരെ പ്ലാനിങ് ഉണ്ട്. ആദില് നൂറി അവിടെ ആദില് എസ്പെഷ്യലി അവിടെ ഇരുന്നിട്ട് പണപ്പെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ചേച്ചി പോയ സമയത്ത് അവരോട് പറഞ്ഞിട്ടുമുണ്ട്, എടുക്കാനും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ലാലേട്ടൻ പണപ്പെട്ടി പണപ്പെട്ടി ഞാൻ മണി പേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് ലാലേട്ട. എന്താ പണപ്പെട്ടി എന്താ അറിയില്ല ഇവർക്കാർക്കും പണപ്പെട്ടി എന്താണുള്ളത്. ചൂണ്ടത് തള്ളിവിടെ ഞങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട്. ശരിക്കും എന്താ പറയുക, ഇത് നിങ്ങളെ ഇൻഡ്യൂഷനിൽ ആരെടുക്കും? നെവിൻ എന്തായാലും പോയി. ഇനി എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനി ഷാനവാസ്ക്ക് വല്ല അഞ്ചാട്ടം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ആദിലനൂറ് ആരെങ്കിലും ഒരാൾ അതിന് വേണ്ടി ട്രൈ ചെയ്യും. അനുമോൾ എന്തായാലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനീഷേട്ടൻ നോക്കും എനിക്ക് തോന്നുന്നില്ല. നോക്കും കൊച്ചു മടക്കിയതാണ്. അതുകൊണ്ട് ബാക്കി എല്ലാരും മുടക്കിയിട്ടുണ്ട്, ഇത് കുറച്ച് കൂടുതൽ മുടക്കിയോണ്ട് സാബുമോൻ ഓടാനൊരു ചാൻസ് ഉണ്ട്. സാബുമാൻ എന്താ പറയാ, പൈസക്ക് വീഴുന്നവനല്ല ഞാന്. പൈസയൊക്കെ എന്താ ടോപ്പ് 5 പൈസ വീഴ്ത്തു, അതാ പ്രശ്നം. അല്ല ഓരോ ആഴ്ചയും രക്ഷപ്പെട്ടു പോയോണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഒരു കപ്പാന്ന്. ഓരോ ഡയലോഗ് കേട്ടൊന്ന് സംഗതി കേട്ടോ, ടോപ്പ് 5 ഒക്കെ എത്തുന്നത് ലാലേട്ടാന്ന് പറഞ്ഞു. ഓരോ ഉറപ്പിച്ചിട്ടുണ്ടോ സംഗതി ഒരെന്നെ കപ്പ്. അതുകൊണ്ട് എടുക്കും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു ഗ്രേഡിനൊക്കെ വേണ്ടി അടിപൊളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യും. അല്ല വേറെ തോന്നുന്നുണ്ടോ എനിക്ക്? എനിക്ക് പിന്നെ അക്ബർ പറഞ്ഞൊരു 19 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാമല്ലേ. അല്ല ഡു യു ഫീൽ ലൈക്ക് അനീഷ്? ഞാൻ ഒരു ചാൻസും കാണില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചിലപ്പോൾ എടുത്താലോ. ഞാൻ ഒരു ചാൻസും കാണില്ല. ഓക്കെ, അപ്പോ പണപ്പെട്ടി വരുന്ന മാത്രമല്ല എനിക്ക് തോന്നുന്നത് പഴയ ആൾക്കാരെ ഉള്ളിൽ കയറ്റുന്നത് കുറച്ച് നേരത്തെ കയറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. നേരത്തെ കയറ്റുന്നുള്ളൂ, കാരണം അവര് കയറുന്നതോടുകൂടി കുറച്ചുകൂടി ക്ലൂകൾ കിട്ടും. അപ്പൊ പണപ്പെട്ടി വരുമ്പോൾ കുറച്ചുകൂടി മാനിപ്പുലേറ്റീവ് ആവും കാര്യങ്ങൾ. എടുക്കണോ വേണ്ട എന്നുള്ള സാധനം കിട്ടി തുടങ്ങും. കൺഫ്യൂഷൻ തന്നെ അതാണ്. ടോപ്പ് 5 എത്തിയിട്ടില്ല, പണപ്പെട്ടിയും കിട്ടില്ല, അത് തീർന്നു എന്നുള്ളതാണ് അയാൾ പറയുന്നത്. പിന്നെ ആര്യന്റെ ഇറങ്ങിപ്പോക്കാണ്, ദാറ്റ് വാസ് ഗുഡ്. ഭയങ്കര ഒരു സ്പോർട്സ്മാനെ പോലെ തന്നെയാണ് ആര്യ ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു എന്താ പറയാ അലമ്പോ കച്ചറയോ സ്നേഹ എങ്ങനെയാണത് പൊട്ടാ, അതൊക്കെ എന്താ പറയാ ഇവരെ എല്ലാ സ്റ്റാൻഡും പൊളിഞ്ഞതാണ്. 3 ക്യാപ്റ്റന്മാരായിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്യും. അത് ക്യാപ്റ്റൻസിന്റെ കാര്യം. എന്നിട്ട് ഇവരെന്നെ ക്യാപ്റ്റന്മാരെ എന്ത് ചെയ്യാ, കുറ്റവും പറയാ. അതായത് 3 പേരും ക്യാപ്റ്റൻ അവിടെ തന്നെ അവർക്ക് പൊളിഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ജയിൽ നോമിനേഷനിൽ ഓബിയസ്ലി അക്ബറിനെയും നെവിനെ ഇടാതിരിക്കുമോ? ആ ഒരു സാധനം 7ഉം 6ഉം വോട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരാണ് വോട്ട്. അതായത് ഹിപ്പോക്രസി ആലോചിച്ച് നോക്ക്. ഈ 3 പേരെയും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസിക്ക് തെരഞ്ഞെടുത്തത് ഇവര്. അതേ 3 ആളും ക്യാപ്റ്റനായി എന്ന് പറഞ്ഞപ്പോ 3 ആൾക്ക് എതിരെ പോയതും അവരെ തന്നെ ജയിൽ നോമിനേഷനില്. അതിനെന്താ നെവിനും ആര്യനും ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 പേരും അവരെ പരസ്പരം വോട്ട് ചെയ്തു. അല്ല അതാണ് ഗെയിം. നെവിനും ആര്യനും കളിച്ചതാണ് ഗെയിം.
പ്യുവർ ഗെയിം അതാണ്. അങ്ങനെയാണ്, അവിടെയാണ് നെവിൻ പണ്ടാറ സ്കോർ ചെയ്യുന്നത്. ആൾക്കാരുടെ മുന്നിൽ അവിടെയാണ് ആസ് എ ഗെയിമർ നെവിൻ സ്കോർ ചെയ്യുന്നത്, ആസ് എ ഗെയിമർ ആര്യൻ സ്കോർ ചെയ്തിരുന്നത്. ബാക്കിയുള്ളവർ എന്താ വെച്ചാൽ ഗ്രൂപ്പാ കളിച്ച്. അവിടെ ഗ്രൂപ്പില് ഷാനവാസ് ഈ സീസണില് ഇച്ച് ഗ്രൂപ്പില്ല, ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല, ഇച്ച് ഗ്രൂപ്പ് മാണ്ട, ഗ്രൂപ്പ് പൊളിക്കാൻ. അതാണ് ഷാനവാസ്. ഒറ്റേനായിട്ട് നടന്ന അനീഷ്, ഒറ്റേനായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന അനുമോള്, ഒരു ഗ്രൂപ്പിനും ഭാഗമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സാബുമ, പിന്നെ പട്ടാ ഗേൾസിൽ ബാക്കി 2 ഇവരൊക്കെ ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആൾക്കാരായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ എല്ലാരും കൂടിയിട്ടൊരു വലിയ ഗ്രൂപ്പാണ് ഇപ്പൊ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ഇപ്രാവശ്യത്തെ ഇത് നോമിനേഷൻസ് കോമഡി ആയിരിക്കും. കാരണം ഇവർക്ക് ഇനിയിപ്പോ മാക്സിമം ഇടാൻ പറ്റുന്ന ആരെയാ? അല്ല, ഇനിയിപ്പോ എന്താ പറ്റുക അറിയണെങ്കിൽ ഈ ആഴ്ച ഇനി എല്ലാരും വന്നില്ലെങ്കിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. രണ്ടാളും ഒറ്റയ്ക്കായിരിക്കും പ്രാവശ്യത്തെ നോമിനേഷൻ ലിസ്റ്റ് വരാൻ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ അനീഷ് ഒന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ മൂപ്പരും ഉണ്ടാവും. അല്ല, ഇക്കാനെ പറയാൻ പറ്റില്ലല്ലോ. ഇക്കാനെ പറഞ്ഞാൽ പറ്റില്ലേ? ഇക്കാനെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഷോവനിസം പൊങ്ങും. മാത്രല്ല അവിടെ ആകെ ചോദിക്കാനും പറയാനുള്ള ഒരാളാണ്. അല്ല, ഇവരിക്കാനെ ചതിച്ച ഇതുണ്ടല്ലോ ഇവർക്ക്. ഒന്ന് വീണ് കിടന്നപ്പോ അവിടെ കിടന്ന് അതിന്റെ മോള് കയറുന്നുണ്ട് തല്ലൂടിയ ആൾക്കാരാ. അല്ല, ഇക്കാനെതിരെ മുമ്പ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആതിര കയറി നോമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഇല്ലാന്ന് പറഞ്ഞ ചതിച്ചിട്ടുള്ള എന്തുണ്ട്, ചതിയും ചന്തു ആയിട്ടുണ്ട് ഇതിനു മുമ്പ്. അമ്മായി എന്തൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ ഇക്ക ഷാനവാസിക്കാണ് ഇപ്പൊ ഒരു ദൈവം. ആ ഇക്കാക്ക് മാത്രം അത് മനസ്സിലാവണില്ല എന്നുള്ളൊരു ഇക്കാക്ക് അത് മനസ്സിലാവണില്ല. എന്തായാലും മീശയൊക്കെ ഒന്ന് കട്ടികൂട്ടി വന്നിട്ടുണ്ട്. അല്ല, ഇക്കെന്താ പറയാ, ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ആ സെന്റിമെന്റ്സ് സാധനം പോകും. ഷാനവാസ് അതിന്റെ പിന്നാലെ വാല് തൂങ്ങി നെവിനെതിരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെയോ ഒരു സാധനമായിട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ജനങ്ങൾ അതിന് എവിഡന്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ടതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അയാളോട് നമുക്ക് അങ്ങനത്തെ ഒരു ഹെൽത്ത് വെച്ച് കളിക്കുന്നതിനോട് അയാൾക്ക് ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി അതിന്റെ മുകളിൽ തൂങ്ങിയിട്ട് ഇജ്ജിനെ ചെയ്തില്ലടാ, ഇജ്ജിനെ കാട്ടിയില്ലടാ, ഇജ്ജിനെ പറഞ്ഞില്ലടാ എന്നുള്ളത്, അതും അയാൾ സ്വന്തം ഇഷ്ടത്തോടു കൂടി പറയുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പട്ടാ ഗേൾസിന്റെ വർത്താനം കേട്ടിട്ട് ചാടി ഇറങ്ങിയാൽ അതൊക്കെ എപ്പോഴും ദേഷ്യം വരുന്ന പെങ്ങന്മാര് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിഷയാവും. നല്ല വിഷയമാണ്. ബൈ ദ വേ ഒരു കാര്യമുണ്ട്, ഈ അനുമോളുടെ മീൻ ഇന്നലെ നമ്മൾ കളിയാക്കിയില്ലേ, അത് ആക്ച്വലി അനുമോൾ അങ്ങനെ തന്നെ മീൻ്റെ മുള്ളിൽ ചവച്ചതും മറ്റേ പ്രോഗ്രാമിൽ പറഞ്ഞു. അതെ അതെ അതെ, അത് ഞാൻ എന്നാ കണ്ടത്. ഓക്കെ, അത് ഞങ്ങൾ കളിയാക്കിയിരുന്നു. അത് അവളെ എന്നിട്ട് അനുമോൾ ആ സെറ്റിലുള്ള ആൾക്കാരൊക്കെ കളിയാക്കണൊക്കെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമില്, മീൻ മുള്ളു കഴിക്കുന്ന പറഞ്ഞിട്ട്. കാരണം എല്ലാ കാര്യത്തിലും അനുമോൾ തുണച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും അതും കണ്ടു ഞാൻ. ഈ മുടിയുള്ള ആൾക്കാരെ, മുടിയുള്ള ആണുങ്ങളെ, പുരുഷത്വത്തിന്റെ മുടിയുള്ളതല്ല, വെട്ടി ഒതുക്കിയുള്ള ആൾക്കാരാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. പിന്നെ പറയണത് ആവർത്തിച്ച് പറയുന്ന ആൾക്കാരെ ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. അതെ, അതുകൊണ്ടാണല്ലോ ഇന്നലെ മസാജ് ചെയ്തത്. ക്രഷ്. ഓ, ആ കോംബോ എന്താവോ ഈ അടുത്ത ആഴ്ച. അതെന്താണ്, അതൊക്കെ പിടിച്ച അനീഷ് ദൈവമേ ആ വഴിക്കൊന്നും പോവാൻ. അനീഷ് അല്ലെങ്കിലേ അനീഷിന് കണ്ടന്റ് ഇല്ല. അനീഷിന് കഴിഞ്ഞൊരു 2 ആഴ്ചയുടെ അനീഷിന് കണ്ടന്റ് ഇല്ല. അനീഷിനെ കാണുന്നത് ഈ വരുന്ന ലാലയുടെ വർത്താനം പറയുമ്പോഴാണ്, അല്ലാതെ മനുഷ്യന് കണ്ടന്റ് ഇല്ല. അയാളെ കണ്ടന്റും കൂടി ആരും അടിച്ചു പോയി, ബാക്കിയുള്ള അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അനീഷ് മറ്റേ രാവിലെ ആദ്യം അടി ഉണ്ടാക്കുന്ന അനീഷാണല്ലോ. രാവിലെ അടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അനീഷിന്, കാരണം അതിന് മുന്നേ ബാക്കിയുള്ള അടി തുടങ്ങും. ഇത് പിന്നെന്താ പറയുക, നെവിനൊരു വളം വെപ്പ് കൊടുക്കൂടെ ഈ സാധനം. കാരണം നെവിൻ ഇന്ന് സേവ് ആയി എന്ന് പറയുമ്പോൾ നെവിൻ ഞെട്ടിയിട്ടുണ്ട്. ഞെട്ടലല്ല, നെവിൻ പിന്നെയും കോൺക്രീറ്റ് ചെയ്യണം. എന്ത് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ആഴ്ചത്തതല്ല ഈ ഒരു വോട്ടിങ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണെന്നുള്ളത്. പക്ഷെ കാര്യമില്ല, നെവിന് കിട്ടിയൊരു കയ്യടി ഉണ്ടോ അവിടെ? ആരാ വീട്ടിലില്ലാത്തപ്പോഴാണ്, ലൈക്ക് ഒരാളില്ലാതിരുന്നെങ്കിൽ ഒരു പേരെടുക്കാൻ പറഞ്ഞപ്പോൾ നെവിന്റെ പേരെടുത്ത് സംസാരിച്ച സമയത്ത് കയ്യടി ഒന്നും കണ്ടോ? നെവിന്റെ കക്കലും ബാക്കിയുള്ള ഇല്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കരമുള്ള കയ്യടി ഇതിനകത്ത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പരിപാടികൾ നിർത്തുകയാണ്. മണി ബോക്സും ബാക്കിയുള്ള പോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വരവും എല്ലാം കൂടി ആവുമ്പോണ്ടല്ലോ വീടിനകത്തൊരു ഓളുണ്ടാവും. അതെ, ഇനി മറ്റേ സാധനം നടക്കുന്നുണ്ടോ? ഷാനവാസ് വേഴ്സസ് അക്ബർ, ആദില നൂറ വേഴ്സസ് അക്ബർ, നെവിൻ വേഴ്സസ് അനുമോൾ, നെവിൻ വേഴ്സസ് ഷാനവാസ്, ഇതൊക്കെ നടക്കും. പുറത്തുണ്ടല്ലോ അനീഷ് ഷാനവാസ് കോംബോ ഭയങ്കര ഹിറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാവും. അവരുടെ സ്നേഹപ്രകടനങ്ങൾ ഇനി കുറേ കാണേണ്ടി വരും. ഏത് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴേ അവർ പറയും പുറത്ത് ഭയങ്കര ആണ് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കില്ല എന്നൊക്കെ ഷാനവാസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഷാനവാസ് ഭയങ്കര സ്നേഹമായിട്ട് അനീഷയുടെ അടുത്ത് വരും. അങ്ങനെ ഷാനവാസ് പൊളി. അല്ല, അതിപ്പോ അല്ലെങ്കിൽ എന്തായാലും പൊളിയാൻ ചാൻസ്, മൂപ്പര് എന്തായാലും വിന്നർ ആവാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല.
ഇല്ല എന്താ പറയാ ഒരു കംബാക്കിന്റെ ഫീലൊന്നും നമുക്ക് കിട്ടിയില്ല. ഇല്ല. പഞ്ച് വന്നില്ല, അങ്ങനെ ഒരു സാധനം ഒന്നും കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഇത് പഞ്ച് വരാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോർ റീസൺ അയാൾ സ്വയമാണ്, പിന്നെ അനുമോളുമാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ കംബാക്കൊക്കെ എനിക്കിഷ്ടം. ആ ഒരു എൻട്രി കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മണിക്കൂട്ടന്റെ വരവ്. മണിക്കൂട്ടൻ തന്നെ ഇതിലെ സ്കോർ ചെയ്ത സിനിമ സ്റ്റൈല് സാധനം വരവ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഭയങ്കര ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പരിപാടി എടുത്താണ്, ഫുഡ് അടിക്കട്ടെ.